ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ എന്താ പറയുക, കുറച്ച് ചെരുപ്പുകൾ, കുറച്ച് വാച്ച്, അങ്ങനത്തെ ഒക്കെ വാച്ച് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരെണ്ണം വന്നിട്ടുള്ള ബാക്കി ഇനി വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ സെയിലാണ് നടക്കുന്നത്. ഗ്രേറ്റ് ഫ്രീഡം സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എത്രാം തീയതി വരെയാണ് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് വേണമെന്ന് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മൈ ഹോൾ സ്റ്റോറോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്കോ. അപ്പോൾ ഇനി ഒട്ടും സമയം നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫാസ്റ്റ് ട്രാക്ക് ബ്രാൻഡിൻ്റെ ഈ ഒരു വാച്ച് നല്ല കിഡിലൻ ഒരു വാച്ചാണ് കേട്ടോ. നോർമലി നമ്മൾ കാണുന്ന ഒരു കളർ വിട്ടിട്ട് ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ്. നോർമലി നമ്മൾ കാണുന്നത് എന്താ, ഗോൾഡ്, സിൽവർ, റോസ് ഗോൾഡ്, ആ ഒരു ഷെയ്ഡ് വിട്ടിട്ട് ഒരു ബ്രൗൺസി ഷെയ്ഡാണ് ഇത് പറ്റിയത്. ഒരു ബ്രൗൺ ഷെയ്ഡാണ്. എന്നാൽ റോസ് ഗോൾഡിൻ്റെ ടച്ച് ഉണ്ടോ എന്ന് വെച്ചാൽ ടച്ച് ഉണ്ട്. പിന്നെ നല്ല അടിപൊളി വർക്കിംഗ് ആണ് കേട്ടോ. ഇന്നലെ തന്നെ കിട്ടിയുള്ളൂ, എൻ്റെ കയ്യിൽ കിട്ടിയ വശം തന്നെ. ഇനി ഞാൻ എവിടേക്ക് ഇത് ഇട്ട് പോകുന്നുള്ള ഒരു ആകാംക്ഷയിൽ നിൽക്കരുത്. അടുത്ത പിറ്റേ ദിവസം തന്നെ ഞാൻ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. നല്ല എന്താ പറയുക, നീറ്റ്നെസ്സും അതിൻ്റെ ഫിനിഷിങ്ങും അതിൻ്റെ ഒരു ക്വാളിറ്റി ബ്രാൻഡാണല്ലോ. പിന്നെ ക്വാളിറ്റിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. ഫാസ്റ്റ് ട്രാക്ക് ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ ഇവരുടെ ബ്രാൻഡിൽ ഒരുപാട് ഇതുപോലത്തെ നല്ല നല്ല ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും സമയം 6:30, ഇതോണ സമയം. എന്തായാലും ലുക്ക് അടിപൊളിയായില്ലേ. ഇതെൻ്റെ ജിമ്മിൽ പോണ ഷൂ ആണ് കേട്ടോ. 2-3 ഷൂ ഉണ്ട്. പക്ഷേ ഇപ്പം ഇത് പുറത്തേക്ക് ഇട്ട് തുടങ്ങി. വടിയിൽ ചെളിയുണ്ട്. ജിമ്മിലൊക്കെ പോക്ക് നിർത്തി, പൈസ വെറുതെ കൊടുക്കൽ മാത്രമേ ഉള്ളൂ. സ്പോർട്സ് എന്നുള്ള ബ്രാൻഡിൽ നിന്നിട്ടുള്ള ഷൂ ആണ് കേട്ടോ. കളർ കണ്ടപ്പോൾ അങ്ങനെ പിക്ക് ചെയ്തത്. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ജിമ്മിലൊക്കെ പോകുമ്പോൾ കൂടുതൽ ലൈറ്റ് വെയിറ്റ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ മേടിച്ചിട്ടുള്ള ഒരു ഷൂ ആണ്, സ്ലീക്ക്. പിന്നെ ഇതിൻ്റെ ബ്രാൻഡല്ല, സൈസ് വരുന്നത് ഞാൻ സാധാരണ 40 ആണ് മേടിക്കാറുള്ളത്. ഇവിടെ സൈസൊന്നും അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതാണ് ലുക്ക് വരുന്നത്, കണ്ടോ. ഇത് അത്യാവശ്യം ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു 2.5 വർഷത്തോളം ഇത് ഇങ്ങനെ പെട്ടിയിലിരുന്നൊക്കെ ഇടയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഉപയോഗിക്കുക. അതല്ലാണ്ട് ജിമ്മിന് കണി കാണിച്ചിട്ടില്ല. പക്ഷേ ഇഷ്ടമാണ്. ബ്രാൻഡും നല്ല ബ്രാൻഡാണ്. കൾട്ട് ഷൂ അല്ല, കൾട്ട് സ്പോർട്സ് എന്നുള്ള ബ്രാൻഡ്. ഇവരുടെ ബ്രാൻഡിൻ്റെ ഷൂസൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് 40 സൈസാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ ഒരു മെൻസിൻ്റെ ഒരു സ്പാർക്ക് ബ്രാൻഡ് ആർക്കും അറിയാത്തത്, ഈ ഒരു സ്പാർക്ക് ബ്രാൻഡിൻ്റെ ചെരുപ്പും കൂടി മേടിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇത് 2ാമത്തെ പർച്ചേസ്. എൻ്റെ ഫസ്റ്റ് പർച്ചേസിങ്ങിന് ഞാനിത് ഒരാൾക്ക് കൊടുത്തു. ആരാണെന്ന് അറിയും, എൻ്റെ ഫാദറിന് തന്നെ. പിന്നെ ഇത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട്. എന്താ സ്പാർക്സ് ബ്രാൻഡിൻ്റെ ഞാൻ പിള്ളേർക്കായാലും നമ്മുടെ എന്താ പറയുക, ജെൻസിനായാലും ഒക്കെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. നോർമൽ നമുക്കൊരു എഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റേറ്റ് ആണ്. അത്യാവശ്യം ഇവർക്ക് നല്ല നല്ല മോഡൽസും ഉണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയാനായിട്ട്, ഫ്രണ്ട് ലുക്ക് ഇങ്ങനെയാണ്. ഇത് രണ്ടും ഓപ്പൺ ആണ്, ഫങ്ഷനബിൾ ആണ്. പിന്നെ ബ്രാൻഡിൻ്റെ ടാഗ് സ്പാർക്സ് ഇതാ. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്, ഇപ്പോൾ വയസ്സായവർക്കായാലും ഏത് പ്രായക്കാർക്കായാലും യൂസ് ചെയ്യാം. കാരണം ബാക്കിൽ ഗ്രിപ്പ് ഉണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഗ്രിപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മഴയത്തായാലും ഏത് സ്ഥലത്തായാലും നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റും. ഇതിൽ കളേഴ്സ് ഉണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഈ ഷെയ്ഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ 3-4 ഷെയ്ഡ്സ് വരുന്നുണ്ട്. പിന്നെ ഞാൻ പിക്ക് ചെയ്തത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഷെയ്ഡ്. പിന്നെ MRP പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്. പക്ഷേ നമുക്ക് ഓഫർ ടൈമിലൊക്കെ മേടിക്കുമ്പോൾ നല്ല റേറ്റ് കുറവിനാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതും ഓഫർ പ്രൈസിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ചെരുപ്പല്ലേ. JM ലുക്സ് ബ്രാൻഡിൻ്റെ സാൻഡൽ. ഇത് ഭയങ്കര ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ഒരെണ്ണോടും മേടിച്ചതാണ്. ഇതിൻ്റെ ആക്ച്വൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവമാണ്. ഈ ഒരു ബ്രൗൺ ഷെയ്ഡ്, ഒരു ബ്രൗണ്, ഒരു എന്താ പറയുക, മറൂൺ ഷെയ്ഡ്. ഭയങ്കര ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ട് ഫീൽ ചെയ്യില്ല. ചിലർക്ക് എന്താ പറയുക, ഉപ്പിറ്റി വേദന എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് നഖത്തിൻ്റെ അവിടെ ബുദ്ധിമുട്ട് വരിക, അങ്ങനെയൊന്നും എനിക്ക് ഈ ഒരു ചെരുപ്പിൽ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ കുറേയൊക്കെ നടത്തത്തിലും നമ്മുടെ ഈ ചെരുപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. എൻ്റെ നടത്തം അത്രയും മോശമായിരുന്നു. അതുകൊണ്ടാണ് ഈ ചെരുപ്പ് ഇതേപോലെ പൊട്ടിപ്പോയത്. ചെരുപ്പിൻ്റെ കോലം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ നടന്നതെന്നുള്ളത്. ഇതിൻ്റെ ഹീല് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാം. കണ്ട, അത് ഓരോരോ നടത്തത്തിൻ്റെ ഇതനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ഒരു ചെരുപ്പിൻ്റെ ലോങ് ലാസ്റ്റ് എത്രത്തോളം വരുന്നുള്ളത്. എൻ്റെയൊക്കെ ഒരുവിധം തേഞ്ഞ ഒരു പപ്പര പരിവായി. അതുപോലെ തന്നെ ഇതും വിട്ടു പോന്നിട്ടുണ്ട്. മഴയത്തൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം. പിന്നെ ഒന്നും നോക്കില്ല, കണ്ണി കണ്ടുകൊടുത്ത എല്ലായിടത്തും ഞാൻ ഇത് ഇട്ട് പോകും. അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതെന്തായാലും പോയത് പോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത കളർ പിടിക്കാമല്ലോ. അങ്ങനെ മേടിച്ച ഒരു JM ലുക്സ് ബ്രാൻഡിൻ്റെ സാൻഡലാണ് കേട്ടോ. ഇത് ഒരു 4 ഷെയ്ഡുള്ളൂ. 4 ഷെയ്ഡിൽ ഇപ്പോൾ 2ാമത്തെ ഷെയ്ഡാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ബ്ലാക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു മറൂൺ ഷെയ്ഡ് പിടിച്ചത്. എന്തായാലും ഇതിൻ്റെ സൈസ് വരുന്നത് 40
40 സൈസ് ബ്ലാക്ക് ഷെയ്ഡ് JM ലുക്സ് ബ്രാൻഡ്. MRP ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. MRP ഒക്കെ ഭയങ്കര റേറ്റ് ആണ്. പക്ഷെ അതൊന്നും നോക്കണ്ട, നമുക്ക് നമ്മുടെ റീസണബിൾ റേറ്റിന് ഇപ്പോൾ സെയിലുള്ളത് കൊണ്ട് കിട്ടുമ്പോൾ. പിന്നെ പാക്കിങ് ഈ ഒരു ബോക്സ് ഇങ്ങനെ പാക്കിംഗ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ JM ലുക്സിൻ്റെ ചെരുപ്പ് വരുന്നത്. ജസ്റ്റ് എനിക്ക് 600 സംതിങ് ആ ഒരു റേഞ്ചിനാണ് ഇത് കിട്ടിയത് കേട്ടോ. ഭയങ്കര കംഫർട്ടോ. ഒരു തവണ മേടിച്ച് നോക്കി ട്രൈ ചെയ്തിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്കിത് റിട്ടേണോ എക്സ്ചേഞ്ചോ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ 40 ആണ് ഞാൻ മേടിച്ച സൈസ് കേട്ടോ. നൈസ ബ്രാൻഡിൻ്റെ 3 പീസിലെ സെറ്റാണ് കേട്ടോ. കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട. അപ്പോൾ ടോപ്പ് നോക്കുകയാണെങ്കിൽ റയോൺ മെറ്റീരിയൽ യോക്കിൽ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിൽസ് സ്വീക്കൻസ് ഡീറ്റെയിലും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് ഒരു അംബ്രേല സ്റ്റൈൽ, അംബ്രേലാന്നോ ഫ്രില്ല എന്തായാലും ചെറുതായിട്ട് ഫ്രില്ലുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള റേറ്റോ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫ്രില്ല ഇതിൽ കയറുള്ളൂ. അപ്പോൾ റയോൺ മെറ്റീരിയലാണ്. ഫുൾ ഓവറോൾ സ്ലിറ്റൊന്നും ഇല്ല കേട്ടോ. ഓവറോൾ ഇങ്ങനെ ഫുൾ ലോക്ക്ഡ് ആണ്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ സ്ലീവിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ്. ഇത് പാച്ച് വർക്ക് പോലെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം കിടക്കാച്ചി ആയിട്ടുണ്ട്. പിന്നെ പാൻറ്റ് സെയിം ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ്, മീൻസ് ബ്രാൻഡല്ല, തുണിയിൽ റയോൺ മെറ്റീരിയലിൽ തന്നെയാണ് പാൻറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത്. ഒരു റെഡിൽ ഒരു ഇതൊക്കെ കാണുന്നത് മൊത്തം ഒരു ത്രെഡ് വർക്കും തുണിയോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ പ്രിൻറ്റൊന്നുമല്ല. അതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ കംപ്ലയിൻസ് ഒന്നും വരില്ല. പിന്നെ ഇടയിൽ ഇങ്ങനെ ലാസ്റ്റിൽ ഇങ്ങനെ ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതിൽ വേറെ കളേഴ്സൊന്നുമില്ല, ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. നൈസ ബ്രാൻഡിന് എന്താണോ ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ആ ബ്രാൻഡ് മാത്രമാണ് ഞാൻ കൂടുതൽ മേടിക്കുന്നത്. ചിലതൊക്കെ മീഡിയം വരുന്നുണ്ട്, ചിലതൊക്കെ ലാർജ് വരുന്നുണ്ട്. എന്തോ ഭാഗ്യം ഇത് ലാർജ് വന്നിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് ഫിറ്റാണ്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇനി ലിങ്ക് തേടിയിട്ട് ഒരു സ്ഥലത്തേക്കും പോകണ്ട. നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മൈ ഹോൾ സ്റ്റോർ, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, പിന്നെ പോവുക ആമസോണിലേക്ക്. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാം. പക്ഷേ വാളറ്റിൽ പൈസ ഉണ്ടാവണം. പിന്നെ പൈസ ഇല്ലെങ്കിലും വലിയ പ്രശ്നമില്ല, കയ്യിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. കാരണം ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും ഒരു സാധനം പർച്ചേസ് ചെയ്താൽ കറക്റ്റായിട്ട് വരുമോ, അല്ലെങ്കിൽ ഇത് റിട്ടേൺ ആക്കാൻ പറ്റുമോ, നമുക്ക് സൈസിൻ്റെ പ്രശ്നം വരുമോ, ഓരോ ടെൻഷനും അടിക്കേണ്ട. സൈസിൻ്റെ പ്രശ്നം വരുമ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്. തുണി ഇഷ്ടമായില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസോട് കൂടിയിട്ട് നമുക്ക് ആമസോൺ ഉണ്ടല്ലോ. അപ്പോൾ പർച്ചേസിങ് മറക്കണ്ട. ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവലാണ് നടക്കുന്നത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.